അധ്യായം 6. പരിവ്രാജകന്റെ സഞ്ചാരങ്ങൾ. ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുന്നെയായി എഴുതേണ്ടുന്ന ആമുഖം. നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജൻ തൂവാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളെക്കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കുക. മൂവാറ്റുപുഴയിൽ ഓവസിയർ കേശവപിള്ളയോടൊപ്പം താമസിച്ചിരുന്ന കാലത്താണ് സ്വാമികൾ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളെ കണ്ടുമുട്ടുന്നത്. മൂവാറ്റുപുഴയിലെ മാറാടി ഗ്രാമത്തിലെ ഒരു നായർ കുടുംബാംഗമാണ് അദ്ദേഹം. സുഖസൗകര്യങ്ങൾക്ക് നടുവിൽ മാതാപിതാക്കളുടെ പ്രിയപുത്രനായി അദ്ദേഹം വളർന്നു. ഈശ്വരഭക്തിയും കൃത്യനിഷ്ഠയും നിശ്ചയദാർഢ്യവും ആ ബാലനിൽ വിളങ്ങി നിന്നു. മലയാളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇംഗ്ലീഷ് പഠിക്കാനായി എറണാകുളത്ത് വന്ന അദ്ദേഹം തനിക്ക് പാരമ്പര്യമായി ലഭിച്ച വിഷചികിത്സയിലും മന്ത്രപ്രയോഗങ്ങളിലും വ്യാപരിച്ചിരുന്നു. സംസ്കൃതം, തർക്കം, വ്യാകരണം, കവിത തുടങ്ങിയവയിൽ അദ്ദേഹം അവഗാഹം നേടി. വിഷവൈദ്യത്തെക്കുറിച്ച് സംശയം തീർക്കാൻ സ്വാമികളുടെ അടുത്തെത്തിയ അദ്ദേഹം സ്വാമികളുടെ ശിഷ്യനായി മാറി. മറ്റൊരു ചോദ്യം. നീലകണ്ഠ തീർത്ഥപാദർ തൻ്റെ ശിഷ്യനാകാൻ യോഗ്യതയുള്ളവനാണെന്ന് സ്വാമികൾ മനസ്സിലാക്കിയതെങ്ങനെ? തീർത്ഥപാദരുടെ കുടുംബവകയിൽപ്പെട്ട ഒരു വീട്ടിൽ സ്വാമികൾ താമസിച്ചിരുന്ന അവസരത്തിൽ സ്വാമികളുടെ സിദ്ധികളെക്കുറിച്ച് കേട്ടറിഞ്ഞ ആളുകൾ ദർശനത്തിനായി എത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ ബാലനായ തീർത്ഥപാദർ വിഷവൈദ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയുവാനായി സ്വാമികളെ സമീപിച്ചു. ആ ബാലൻ്റെ വിജ്ഞാനതൃഷ്ണയും വിനയവും ആർജവവും സ്വാമികളെ ആകർഷിച്ചു. ആ ബാലൻ ആധ്യാത്മികമായ മാർഗോപദേശത്തിന് യോഗ്യനാണെന്ന് സ്വാമികൾക്ക് മനസ്സിലായി. അല്പസമയം സ്വാമികളുടെ മധുരോദാരമായ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തോട് വലിയ ആരാധന തോന്നിയ തീർത്ഥപാദർക്ക് സ്വാമികളുടെ ശിഷ്യത്വം ലഭിക്കാൻ ആഗ്രഹമുണ്ടായി. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനുമായി ഉണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിവരിക്കുക. സ്വാമികൾ എറണാകുളത്ത് താമസിക്കുന്ന കാലത്താണ് വിവേകാനന്ദ സ്വാമികൾ മൈസൂരിൽ നിന്ന് തൃശ്ശൂർ വഴി എറണാകുളത്തെത്തിയത്. കൊളംബിലേക്കുള്ള യാത്രാമധ്യേ കേരളത്തിലെത്തിയതായിരുന്നു അദ്ദേഹം. ബംഗാളിൽ നിന്നെത്തിയ ആ മഹായോഗീശ്വരനോട് സംവേദിക്കുവാനും ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ പരീക്ഷിക്കുവാനും എറണാകുളത്തെ സ്വാമികളുടെ സുഹൃത്ത് സംഘം തീരുമാനിച്ചു. അതിനായി ചട്ടമ്പി സ്വാമികളെയാണ് അവർ മനസ്സിൽ കണ്ടത്. പ്രഥമ ദർശനത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമികളുടെ മൂല്യം തിരിച്ചറിയാൻ ചട്ടമ്പി സ്വാമികൾക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വിസ്മയകരമായ പ്രഭാഷണ ചാതുരി ചട്ടമ്പി സ്വാമികളെ അത്ഭുതാധീനനാക്കി. സംസ്കൃതത്തിലാണ് അവർ ഇരുവരും തമ്മിൽ സംസാരിച്ചത്. കീദൃശി ചിന്മുദ്ര എന്ന ചോദ്യത്തിന് സ്വാമിയിൽ നിന്ന് ലഭിച്ച മറുപടി ഏറെ പുതുമയുള്ളതായിരുന്നു. ചിന്മുദ്രയുടെ പ്രവർത്തനം സ്വാമികൾ വിശദീകരിച്ചത് വിവേകാനന്ദനെ അത്ഭുതപ്പെടുത്തി. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ കൈ പിടിച്ച് സ്വന്തം തല കുനിച്ചുകൊണ്ട് വളരെ നന്നായി എന്ന് പറഞ്ഞു. ഇവിടെ മലബാറിൽ ഞാൻ ഒരു മഹാനായ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ ഉദ്ദേശിച്ച് സ്വാമി വിവേകാനന്ദൻ പറയുകയും ചെയ്തു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. സ്വാമികളുടെ സാന്നിധ്യത്തിൽ ഹിംസ്ര ജന്തുക്കൾ പോലും ശാന്തരാകുമായിരുന്നു എന്നതിന് ഒരു ഉദാഹരണം എഴുതുക. അല്ലെങ്കിൽ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ അനുഭവമായിരുന്നു അത്. സന്ദർഭം വിശദമാക്കുക. ഒരിക്കൽ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ഒരു പട്ടാണിയുടെ മഹാശൂരനായ നായ ചങ്ങല പൊട്ടിച്ച് പുറത്തിറങ്ങി കുറേ ആളുകളെ കടിച്ചു. അതിനെ ആർക്കും നിയന്ത്രിക്കുവാൻ പറ്റാതായപ്പോൾ ഇൻസ്പെക്ടർ അതിനെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. ഉന്നം പിടിച്ച് നിൽക്കുന്ന സമയത്താണ് സുഹൃത്തുക്കളെയും കൂട്ടി സ്വാമികൾ നായയെ കാണാനെത്തിയത്. സ്വാമി നായയുടെ അടുത്ത് ഏകദേശം 100 അടി അകലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് കൈഞ്ഞൊടിച്ചു. ആദ്യം നായ കുരച്ചുകൊണ്ട് ചാടി. നായ സ്വാമിയെ ആക്രമിച്ചുവെന്ന് കരുതി ആളുകൾ നിലവിളിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവർ കണ്ടത് നായയുടെ ചെവിക്ക് പിടിച്ച് മൂളിപ്പാട്ട് പാടി നടക്കുന്ന സ്വാമികളെയാണ്. ഇത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തി. ഈ സംഭവം സ്വാമികളുടെ കീർത്തി വർദ്ധിപ്പിച്ചു. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. തീർത്ഥപാദ പരമഹംസ സ്വാമികളും ചട്ടമ്പി സ്വാമികളുമായുള്ള കണ്ടുമുട്ടൽ വിശദമാക്കുക.
കൊച്ചി വേലിപ്പിള്ളയുടെ അതിഥിയായി താമസിക്കുന്ന കാലത്താണ് തീർത്ഥപാദ പരമഹംസ സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ കാണുന്നത്. പൂർവാശ്രമത്തിൽ നാണുക്കുറുപ്പ് എന്നു പേരുള്ള ആ യുവാവ് അമ്മയുടെ ഒരേയൊരു സന്താനമായിരുന്നു. 1894 തീർത്ഥപാദ പരമഹംസർ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്. പറവൂരിലെ വടക്കേക്കര മഠത്തിൽ എന്ന ആഭിജാത നായർ കുടുംബത്തിലെ അംഗമായിരുന്നു അയാൾ. ചട്ടമ്പി സ്വാമികൾ മന്ത്രോപദേശം നൽകി തീർത്ഥപാദ പരമഹംസരെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. തീർത്ഥപാദ പരമഹംസർ ജ്യോതിശാസ്ത്രജ്ഞൻ, വാഗ്മി എന്ന നിലകളിൽ പ്രശസ്തനായിരുന്നു.